തൃശ്ശൂർ ജില്ലയിൽ തവണ യു ഡി എഫ് നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം ടി എം പ്രതാപൻ മത്സരിക്കുന്ന സീറ്റ് അദ്ദേഹം മണലൂരിൽ നിന്നാണ് എൻ്റെ വിശ്വാസം. ആ സീറ്റ് അദ്ദേഹത്തിന് ലഭിക്കും. പിന്നെ ഓൾറെഡി ചാലക്കുടിയുള്ള ഒരു സീറ്റ് അത് ലഭിക്കും. പിന്നെ ഈ പറയുന്ന പോലെ ഒല്ലൂർ പോലുള്ള വലിയ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സീറ്റ് യു ഡി എഫിന് പിടിക്കാൻ കഴിയും. ഇരിങ്ങാലക്കുട പോലും ഈ പറയുന്ന പോലെ അതൊരു ജോസഫ് ഗ്രൂപ്പിനല്ല വേറൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നെങ്കിൽ നിഷ്പ്രയാസം ഇരിങ്ങാലക്കുട സീറ്റ് പിടിക്കാൻ കഴിയും. അങ്ങനെ 4-5 സീറ്റുകൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ യു ഡി എഫിന് അല്ലെങ്കിൽ പിന്നെ ഗുരുവായൂർ ഒരു പക്ഷേ മുസ്ലിം ലീഗിന് നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ഗുരുവായൂർ സീറ്റ് അവർക്ക് പിടിക്കാം. അപ്പോൾ അങ്ങനെ ഒരു 4-5 സീറ്റുകൾ പിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് യു ഡി എഫ് അവിടെ പോകുന്നത്. പക്ഷെ അവിടെ ഈ ബി ജെ പിയുടെ വളർച്ച അതൊരു ഈ തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് 67% ഹിന്ദു പോപ്പുലേഷനുള്ള ജില്ലയാണ്. 67% തൃശ്ശൂർ ജില്ലയിലെ മൊത്തം ഹിന്ദു. കാരണം ഈ ക്രൈസ്തവ പോപ്പുലേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ നഗരവുമായി ബന്ധപ്പെട്ട ഒല്ലൂർ പോലുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ്. ഒല്ലൂർ, തൃശ്ശൂർ, അത് വടക്കാഞ്ചേരിയുടെ ഒരു ഭാഗം, അങ്ങനെ ഒരു കാരണം പണ്ട് കച്ചവട കേന്ദ്രങ്ങളായിരുന്ന ആ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഇവിടെ അവിടെ എല്ലാം ഈ പറഞ്ഞ അറിയാലോ ചാലക്കുടി. അപ്പോൾ ഈ റോമൻ കത്തോലിക്കർ എന്ന് പറഞ്ഞാൽ അവർ ഈ കച്ചവട കേന്ദ്രങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് പണ്ട് പോലെ. അപ്പോൾ വടക്കാഞ്ചേരി, തൃശ്ശൂർ, ഒല്ലൂർ ആ ഒരു സർക്കിളിൽ കിടക്കും. ബാക്കി ഇന്നർ തൃശ്ശൂർ എന്ന് പറയുന്നത് ഈ പറയുന്ന കൊടുങ്ങല്ലൂർ, അതുപോലെ തന്നെ ഈ പറയുന്ന നാട്ടിക, അത്തരം സ്ഥലങ്ങളിലെല്ലാം ഈ പറയുന്ന 67% ഈ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള തൃശ്ശൂർ. അവിടെ ബി ജെ പിക്ക് അതുകൊണ്ടാണ് ഈ സുരേഷ് ഗോപി തൃശ്ശൂർ പോയി നിൽക്കാൻ കാരണം RSS നേതൃത്വം തിരുവനന്തപുരത്തേക്കാൾ വിശ്വസ്ത സ്ഥലമാണ് തൃശ്ശൂർ. അതുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ മത്സരിച്ചത്. അല്ലെങ്കിൽ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനും തരൂരിനെതിരെ അവിടെ മത്സരിപ്പിക്കാൻ ജയിക്കില്ല. കാരണം വെച്ചാൽ RSS നേതൃത്വം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തൃശ്ശൂർ ആയതുകൊണ്ട് വെച്ചാൽ അവിടെ ഇവർക്ക് 67% ഹിന്ദു പോപ്പുലേഷൻ ഉണ്ടെന്നുള്ളതാണ്. അത് എങ്ങനെ അപ്പോൾ ഈ ബി ജെ പി അവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് CPM-നെയും ബാധിക്കും, കോൺഗ്രസിനെയും ബാധിക്കും. CPM-ന് അവിടെ തൃശ്ശൂർ ജില്ലയിൽ ഈ വലിയൊരു എനിക്ക് പറഞ്ഞത് 1-2 MLA-മാർ, അതെ 1-2 MLA-മാർ, ബാക്കി CPI ആണ് അവിടെ കൂടുതൽ. അപ്പോൾ CPIയുടെ പരമ്പരാഗത പക്ഷേ CPI വലിയൊരു കൊഴിഞ്ഞു പോക്കും CPIയുടെ ഈ എന്താ പറയുക അടിത്തറയും അത്ര സുഖകരമല്ല, വളരെ ദുർബലമായ അടിത്തറയുള്ളത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് തോന്നുന്നത് BJPയുടെ നേട്ടങ്ങളുണ്ടാക്കും. ഇപ്പോൾ തൃശ്ശൂർ നിയോജക മണ്ഡലം പിടിക്കാൻ കഴിയുന്നുള്ള വിശ്വാസത്തിലാണ് BJP പോകുന്നത്. അപ്പോൾ പിന്നെ അത്തരം അങ്ങനെ പോകുമ്പോഴത്തേക്കും BJP ഉണ്ടാക്കുന്ന രാഷ്ട്രീയ നേട്ടം കോൺഗ്രസിനെയും ബാധിക്കും, ഇടതുപക്ഷത്തെയും ബാധിക്കുമെങ്കിലും അവിടെയുള്ള ഈ ക്രൈസ്തവ വോട്ടുകളും മുസ്ലിം വോട്ടുകളും പ്ലസ് കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളും ചേരുമ്പോൾ അവിടെ UDFന് തൽക്കാലം ഒരു 5 സീറ്റ് 6 സീറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ പ്രധാനപ്പെട്ട UDFൻ്റെ മേൽക്കൈ ഉണ്ടാകേണ്ട ഒരു ജില്ലയാണെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവരുടെ കൂടി കിട്ടിയെങ്കിലേ കോൺഗ്രസിന് ഈ പറയുന്ന നമ്പർ കിട്ടും. കാരണം ഇപ്പോൾ കോൺഗ്രസിന് ഇപ്പം അവർക്ക് ആകെ കൂടി ഉള്ളത് പ്രതിപക്ഷത്തിന് മൊത്തം ഉള്ളത് 41 സീറ്റാണ്. അതെ, അതിൻ്റെ അകത്ത് 21 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. ഇപ്പോൾ കോഴിക്കോട് നിന്നും തൃശ്ശൂരിൽ നിന്നും സീറ്റ് കിട്ടാതെ കോൺഗ്രസിന് കേരളത്തിലൊരു ഭരണത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. അതായത് 31 സീറ്റ് മിനിമം വേണം, 71 അല്ലെങ്കിൽ 72. അപ്പോൾ ആ 31 സീറ്റ് വരേണ്ട ഒരു ജില്ലയാണ് നമ്മൾ കാണേണ്ടത്. കൊടുങ്ങല്ലൂർ പിന്നെ നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു രസകരമായ എക്സ്പെരിമെൻ്റ് നടന്നിരുന്നു. അത് LDF എന്താണോ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണോ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും അവർ അങ്ങനത്തെ ഒരു, അതായത് കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി RSS വളരെ വളരെ വിശാലമായിട്ടുള്ള ഒരു കമ്മ്യൂണൽ ഗെയിം കളിച്ചിരുന്നു. ഇടതുപക്ഷം അതിനെ അവരുടെ ട്രഡീഷണലായിട്ടുള്ള സെക്കുലർ പോളിറ്റിക്സ് കൊണ്ട്, അത് ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലാതെ സെക്കുലർ പൊളിറ്റിക്സ് കൊണ്ട് ഹിന്ദു ഭൂരിപക്ഷ ഏരിയകളിൽ മുസ്ലിം കാൻഡിഡേറ്റിൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. ആ എക്സ്പെരിമെൻറ്റ് വളരെ വിജയകരമായിട്ട് അവർ വിജയിച്ചു. വളരെ ഗംഭീരമായിട്ട് LDF വിജയിച്ചു. ഞാൻ പറയുന്നത് പൊളിറ്റിക്സിൻ്റെ ക്വാളിറ്റി, ഞാൻ പറയുന്നത് അതാണ് പൊളിറ്റിക്സിൻ്റെ ക്വാളിറ്റി എന്നുള്ളതാണ്. ക്വാളിറ്റിയുള്ള പൊളിറ്റിക്സ് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മനുഷ്യർ വോട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ. അതുകൊണ്ട് അത്തരം ഒരു പൊളിറ്റിക്സ് മനുഷ്യരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ LDFന് പറ്റിയാൽ അവിടെ ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് ഉണ്ടോ. അപ്പോഴും ഇതിലൊരു 2 സർക്കാർ LDFന് കഴിഞ്ഞു, ഇനിയൊരു സർക്കാർ UDFൻ്റെ വേണമെന്ന് സാധാരണഗതിയിൽ പറയുന്ന, അത് പ്രത്യേകിച്ച് LDFനെ കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ഫോർ എ ചേഞ്ച് എന്ന് പറഞ്ഞ ആളുകൾ കേരളത്തിൽ പലയിടത്തും സംസാരിക്കുന്നുണ്ട്. ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് LDFന് മുമ്പിലുള്ള വെല്ലുവിളി. അത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ശ്രീകുമാർ പറഞ്ഞതുപോലെ 5-6 സീറ്റ് മിനിമം കോൺഗ്രസ് അവിടെ ജയിച്ചെങ്കിലേ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി പറ്റുമോ. തിരിച്ചാണെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ തൃശ്ശൂർ സീറ്റുകൾ ജയിക്കണം. കാരണം പിന്നെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നിടത്ത് ഇക്വേഷൻസ് വേറെയാണ്. തൃശ്ശൂരും കോഴിക്കോടും UDF നല്ല പെർഫോമൻസ് നടത്തേണ്ടതുണ്ട്. അപ്പം നമ്മളൊരു UDF ഭരണം വരികയാണെങ്കിൽ ശ്രീകുമാർ പറഞ്ഞതുപോലെ
തൃശ്ശൂർ നല്ല ഒരു പെർഫോമൻസ് ഉണ്ടാകും. അതേസമയം ഒരു LDF സർക്കാരിന് ഒരിക്കൽ കൂടി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഹോൾഡ് അവിടെ തൃശ്ശൂർ ഉണ്ടായിരിക്കും. ഞാനിപ്പോഴും കണക്കാക്കുന്നത് തൃശ്ശൂരും കോഴിക്കോടും ഇത് രണ്ട് മുന്നണികളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് LDFനെ സംബന്ധിച്ച് കൂടുതൽ പ്രധാനപ്പെട്ടതാണെന്ന് വെച്ചാൽ ഇത് രണ്ട് അവർ കഴിഞ്ഞ പ്രാവശ്യം തൂത്തുവാരിയതാണ്. തൂത്തുവാരാൻ മാത്രമുള്ള സ്ട്രെങ്ത് ഇവിടെ രണ്ട് വശത്തും ഇല്ല. കോഴിക്കോട് മുഴുവൻ ഇപ്പം മലപ്പുറത്ത് UDF ജയിക്കുന്നത് പോലത്തെ ഒരു സ്ട്രെങ്ത് അല്ല കോഴിക്കോടോ പിന്നെ തൃശ്ശൂരോ LDFനുള്ളത്. അപ്പം അവിടെ നല്ല പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്തിയേ പറ്റും. രണ്ടു കൂട്ടർക്കും, കോൺഗ്രസിനും LDFനും. അതിലൊരു നമ്മൾ എനിക്കൊന്ന് ഇതിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് അത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്.